السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ അല്പം ദൈർഘ്യമുള്ള സൂറത്തു സാഫാത്ത്, എന്നാൽ ചെറിയ ആയത്തുകളാണ്. സൂറത്തു സാഫാത്തിൻ്റെ ഏതാണ്ട് 139 ആയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നോടുകൂടി 144 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 40ഓളം ആയത്തുകളാണ് ഇനി ഈ സൂറത്തിൽ നിന്ന് ബാക്കി ഉണ്ടാവുക. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإن يونس لمن المرسلين إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. ഒന്നോതാം ഇൻഷാ അല്ലാഹ്, ഓതിക്കോളെ. أعوذ بالله من الشيطان الرجيم. وإن يونس لمن المرسلين إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت وهو مليم ولولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. ഇത്രയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കറിയുന്നത് പോലെ സൂറത്തു യൂനുസ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കാണാം. സൂറത്തു യൂനുസ് ഒരു അധ്യായത്തിന്റെ പേര് തന്നെ. ഖുർആനിൽ ഏറ്റവും മനോഹരമായി വിവരിക്കുന്ന ഒരു ചരിത്രമാണ് യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെത്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് സന്ദേശങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോ 139 ആയത്ത് തൊട്ടിട്ടാണ് ആരംഭിക്കുന്നത് സൂറത്ത്. 139 ആയത്ത് തൊട്ടിട്ടാണ് സൂറത്ത് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അതും വളരെ ചുരുങ്ങിയ രൂപത്തിലാണ്, ഒരുപാട് വിശദീകരിച്ചിട്ടില്ല. അപ്പോ വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. വഇന്ന യൂനുസ, തീർച്ചയായും യൂനുസും അഥവാ യൂനുസ് നബി അലൈഹിസ്സലാമും ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെ. അപ്പൊ യൂനുസ് നബി അലൈഹിസ്സലാമും മുർസലുകളിൽ പെട്ടവൻ തന്നെയാകുന്നു. യാതൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ തർക്കത്തിനോ ഇടയില്ലാത്ത വിധം അള്ളാഹു പറയാണ് യൂനുസ് നബി അലൈഹിസ്സലാം നബിമാരിൽപ്പെട്ട ആളാകുന്നു എന്ന്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മുഴുവൻ പേര് യൂനുസ് ഇബ്നു മത്ത, യൂനുസ് ഇബ്നു മത്ത
മത്ത എന്നാണ്. തഫ്സീറുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് യൂനുസ് ബിന് മത്ത, അതാണ് പൂർണ്ണമായ പേര്. മത്തയുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല 139 ആയത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ നുബൂവത്തിനെ അല്ലെങ്കിൽ റിസാലത്തിനെ അള്ളാഹു സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പറ്റി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്. ഇദ് അബക ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ. ഇദ് അബക, അദ്ദേഹം ഓടിപ്പോയ അല്ലെങ്കിൽ ഒളിച്ചുപോയ സന്ദർഭം ഓർക്കുക. എങ്ങോട്ട്? ഇലൽ ഫുൽക്കി, കപ്പലിലേക്ക്. എങ്ങനെയുള്ള കപ്പൽ? അൽ മഷ്ഹൂൻ. മഷ്ഹൂൻ, ഭാരം നിറയ്ക്കപ്പെട്ട. സാധാരണ നമ്മളെ അറബി ഭാഷയിലൊക്കെ ഷാഹിനത്തുൻ, ഷാഹിനത്ത് എന്ന് പറഞ്ഞാൽ ഹ ആണ്. സാധാരണ ടിപ്പർ ലോറിക്കാണ് പറയുക. ഭാരം നിറച്ചു കൊണ്ടുപോകുന്ന ടിപ്പർ ലോറിക്ക് അറബിയിൽ ഷാഹിന എന്ന് പറയും. അപ്പോ ഇവിടെ ഭാരം നിറയ്ക്കപ്പെട്ട, അപ്പൊ ഭാരം നിറയ്ക്കപ്പെട്ട കപ്പലിലേക്ക് അദ്ദേഹം ഓടിപ്പോയ സന്ദർഭം ഓർക്കുക. ആര് പറയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം ഭാരം നിറയ്ക്കപ്പെട്ട കപ്പൽ എന്ന് അവിടെ പറയാൻ കാരണം എന്താണ്? കപ്പലിന്റെ കാര്യം അവിടെ എടുത്തു പറയാൻ കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ മുമ്പ് എനിക്ക് തോന്നുന്നു മനസ്സിലാക്കിയിട്ടുണ്ടാകും. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഓടിപ്പോയി എന്ന് പറയാൻ കാരണം, ഇവിടെ ഓടിപ്പോയി എന്ന് പറയാൻ കാരണം യൂനുസ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ അനുമതിയില്ലാതെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആ നാട്ടിൽ നിന്ന് പോയത്. നീനവ എന്നു പേരുള്ള ഒരു പട്ടണത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെയാണ് അള്ളാഹു യൂനുസ് നബി അലൈഹി സ്വലാമിനെ ദഅവത്ത് ഏൽപ്പിച്ചിരുന്നത്, അവിടെ ആ പ്രദേശത്ത് ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ആ പട്ടണത്തിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോകാനുള്ള കാരണം മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, ആ ജനതയെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനാവുന്നത്ര യൂനുസ് നബി അലൈഹി സ്വലാം ശ്രമിച്ചു. പക്ഷെ ആ ശ്രമങ്ങളിൽ അദ്ദേഹം പരാജയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നിരന്തരം ആ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും ആ ജനത അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. പല വഴിക്കും അദ്ദേഹം ശ്രമിച്ചു. അവസാനം ഈ ജനത ഇനി ഒരിക്കലും നന്നാവില്ല, അത്രമാത്രം അവര് ധാർഷ്ട്യത അല്ലെങ്കിൽ അഹങ്കാരികളായിരിക്കുന്നു എന്ന നിലയ്ക്ക് ദേഷ്യം കൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരു നബിക്ക് ഒരു പ്രദേശത്തിന്റെ ദൗത്യം അവിടെ ദഅവത്ത് അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ആ പ്രവാചകൻ അവിടെ നിന്ന് പോകാൻ പാടില്ല. പക്ഷെ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെയാണ് യൂനുസ് നബി അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്ന് പോയത്. ആ ജനതയുടെ മോശമായ സമീപനവും അതുപോലെ തന്നെ ഷിർക്കിലുള്ള കടുത്ത നിലപാടും അഹങ്കാരവും ഒക്കെ കാരണം. ഖുർആനിലെ 21-ാമത്തെ സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു യൂനുസ് നബി അലൈഹി സ്വലാമിനെ പരിചയപ്പെടുത്തിയത് ദന്നൂൻ എന്നാണ്, മീനിന്റെ ആള്. വേറൊരു പേരും ഖുർആനിലുണ്ട്, സ്വാഹിബുൽ ഹൗത്ത്. അതിന്റെ അർത്ഥം മത്സ്യത്തിന്റെ ആള്, ഉടമ എന്നൊക്കെയാണ്. അപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാമിനെ 2 പേരിൽ അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ദുന്നൂൻ, മറ്റൊന്ന് സ്വാഹിബുൽ ഹൗത്ത്. ഈ 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അംബിയയിൽ പറയുന്ന ഇതാണ്, വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ. അതായത് പിന്നെ ദുന്നൂനിന്റെ കാര്യം നിങ്ങൾ ഓർക്കുക. അദ്ദേഹം ദേഷ്യത്തോടുകൂടി, ദേഷ്യക്കാരനായി, കോപിഷ്ഠനായി പുറപ്പെട്ട സന്ദർഭം, പോയ സന്ദർഭം ഓർക്കുക. ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി, അദ്ദേഹത്തെ നാം പിടികൂടുകയില്ല എന്ന് അദ്ദേഹം കരുതി. അപ്പം ഒരു ആക്ഷേപ സ്വരത്തിലാണ് അള്ളാഹു അവിടെ കാര്യങ്ങൾ പറയുന്നത്, റബ്ബിന്റെ അനുമതി ഇല്ലാതെ പോയി എന്ന കാരണത്താൽ. അങ്ങനെ പിന്നെ എന്ത് സംഭവിച്ചു? അദ്ദേഹം ആ നാട്ടിൽ നിന്ന്, നീനവ എന്ന പട്ടണത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു പോയി, രക്ഷപ്പെട്ടു പോയി. അപ്പം യൂനുസ് നബി അലൈഹിസ്സലാം പോകുമ്പോൾ
ആ ജനതയ്ക്ക് ശക്തമായ ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾക്ക് ശിക്ഷ വരും, നിങ്ങൾ നശിപ്പിക്കപ്പെടും ഈ സത്യമാർഗം സ്വീകരിച്ചിട്ടില്ലെങ്കിലെന്ന്. അപ്പം എന്നിട്ടും ആ ജനത അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നെ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് പോയപ്പോൾ ആ ജനതയിൽ ശിക്ഷയുടെ ചില അടയാളങ്ങൾ വന്നു തുടങ്ങി, പ്രകടമാകാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവർക്ക് ഭയമായി. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവർ ആത്മാർത്ഥമായി തൗബ ചെയ്തു. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. ആ ജനതയ്ക്ക് ബാധിക്കാനിരുന്ന വൻ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അപ്പം ആ ജനതയിൽ മാറ്റമുണ്ടായി. ഇത് യൂനുസ് നബി അലൈഹിസ്സലാം അറിയുന്നില്ല. ഒരു നിലയ്ക്കും മാറുകയില്ല എന്ന് വിചാരിച്ച ആളുകൾ മാറി, മുസ്ലിങ്ങളായി. അപ്പൊ ഇതേ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്ന് പോയിട്ട് എവിടെത്താണ്? അദ്ദേഹം ഒരു കപ്പൽ കയറി ദൂരത്തേക്ക് പോവാണ്. അപ്പൊ അദ്ദേഹം കടൽക്കരയിലെത്തിയപ്പോൾ അന്നത്തെ കപ്പൽ എന്താണോ യാത്രാ സംവിധാനം, അതിലദ്ദേഹം കയറി പുറപ്പെട്ടു. കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ കാറ്റും കോളും ഒക്കെ വന്നു. അങ്ങനെ കപ്പലിലെ ഭാരം കുറയ്ക്കണം എന്ന തീരുമാനം കപ്പിത്താന്റെ ഭാഗത്തു നിന്ന് വന്നു. ഒരുപാട് ആളുകൾ ആ കപ്പലിലുണ്ട്. അങ്ങനെ അതിനു വേണ്ടി ആളുകളുടെ പേരെഴുതി നറുക്കിട്ടു. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെ നറുക്കിട്ടപ്പോഴും യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേര് വീണു. അവർക്കാവട്ടെ രണ്ടാമതും മൂന്നാമതും നറുക്കിടാനുള്ള കാരണം ഒന്ന്, അദ്ദേഹത്തോടുള്ള ആ ഒരു ഗുണകാംക്ഷ, അദ്ദേഹത്തെ കടലിൽ നിന്ന് പുറത്തേക്ക് എറിയാനുള്ള ഒരു വൈമനസ്യം എന്തോ അവർക്കതിന് തോന്നുന്നില്ല. അങ്ങനെയാണ് രണ്ടാമതും മൂന്നാമതും ഒക്കെ നറുക്കിട്ടിട്ടും അദ്ദേഹത്തിന്റെ പേരാണ് വീണത് എന്ന് പിന്നെ നമ്മൾ ഈ ആയത്തുകളുടെ തഫ്സീറുകളിലൊക്കെ രേഖപ്പെടുന്നത് കാണാം. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് വീഴാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ, അതായത് 141 ആയത്തിൽ പറഞ്ഞാണ് ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ. ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ. ഫസാഹമ എന്ന് പറഞ്ഞാൽ എന്നിട്ട് അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു. സാഹമ, നറുക്കെടുപ്പിൽ പങ്കെടുത്തു. സാഹമ യുസാഹിമു മുസാഹമത്തൻ ഫഹുവ സാഹിമുൻ. സാഹിം എന്നതാണ് അതിന്റെ ഇസ്മു ഫായിൽ രൂപം. അപ്പൊ ഫസാഹമ, അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു. ഫക്കാന മിനൽ മുദ്ഹളീൻ, അദ്ദേഹം തോൽപ്പിക്കപ്പെട്ടവരിൽപ്പെട്ടു, അല്ലെങ്കിൽ പരാജയപ്പെടുത്തപ്പെട്ടവരിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് വീണു. അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? ആ കടലിലേക്ക് ചാടേണ്ടി വരും, അല്ലെ എടുത്തെറിയപ്പെടും. അപ്പൊ അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു, ജയം പരീക്ഷിച്ചു. അപ്പോഴദ്ദേഹം തോൽപ്പിക്കപ്പെട്ടവരിൽ ആയിത്തീർന്നു. അഥവാ അദ്ദേഹത്തിന്റെ പേരാണ് വീണത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹം കടലിലേക്ക് എടുത്ത് ചാടുകയോ അല്ലെങ്കിൽ എടുത്തെറിയപ്പെടുകയോ, എന്തായാലും അദ്ദേഹം കപ്പലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ഫൽതഖമഹു എന്ന് പറഞ്ഞാൽ ഇൽത്തക്കമ എന്ന് പറഞ്ഞാൽ വിഴുങ്ങി എന്നാണ് അർത്ഥം. അങ്ങനെ അദ്ദേഹത്തെ വിഴുങ്ങി. ഇൽത്തക്കമ യൽത്തക്കിമു, ഇൽത്തിക്കാം വഹുവ മുൽത്തക്കിം. അപ്പം അദ്ദേഹത്തെ വിഴുങ്ങി. അൽ ഹൂത്ത്, ഹൂത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ തിമിംഗലാണ്. ഹൂത്ത് വലിയ മത്സ്യം എന്ന് പറഞ്ഞാൽ വലിയ തിമിംഗലം. അപ്പൊ അദ്ദേഹത്തെ തിമിംഗലം വന്ന് വിഴുങ്ങി. വഹുവ മുലീം, അദ്ദേഹം ആക്ഷേപ വിധേയനായിരുന്നു. അപ്പം താൻ ആക്ഷേപ വിധേയനായിരിക്കെ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. മുലീം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആക്ഷേപ വിധേയനായിരിക്കെ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ലാതെ ആയിരുന്നു അദ്ദേഹം പുറപ്പെട്ടത് എന്ന കാരണത്താലാണ് മുലീം, ആക്ഷേപാർഹൻ എന്ന് ഖുർആൻ സൂചിപ്പിച്ചത്. അപ്പോ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, 2 or 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു യൂനുസ് നബി അലൈഹി സ്വലാം എന്ന്. അപ്പം ഒരു സാധാരണ ഒരു സംഭവമാണെങ്കിൽ ഒരു മനുഷ്യനൊരു മത്സ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ടാൽ അവൻ അവിടെ ഒരു സെക്കൻഡുകളോ അല്ലെ മിനിറ്റുകളോ മാത്രമേ അവിടെ ജീവിച്ചിരിക്കുള്ളൂ.
പക്ഷെ 2-3 ദിവസം അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിലായി എന്ന് തഫ്സീർ ഇബ്നു കസീറിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഒരു വലിയ അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൂറത്തുൽ അംബിയ 21-ാമത്തെ സൂറത്ത്, അതിലെ 87-ാമത്തെ ആയത്തിന്റെ തുടർച്ചയായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഫനാദാ ഫിളുലുമാത്തി. ആ മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ എന്ത് ചെയ്തു? ലുലുമാത്തുകളിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ലുലുമാത്ത് എന്ന് പറഞ്ഞാല് ഇരുട്ടുകൾ എന്നാണ്, അന്ധകാരങ്ങൾ എന്നാണ്. അപ്പം അത് പലതാകാം. ഒന്ന് കടലിന്റെ അന്ധകാരം, അതേപോലെ മത്സ്യത്തിന്റെ വയറ് എന്ന് പറയുന്നത്, അങ്ങനെ പലതാകാം. പല വിശദീകരണമുണ്ട്. എന്തായാലും അന്ധകാരങ്ങളിൽ, ഇരുട്ടറകളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ച വാക്കെന്താ? അല്ലാ ഇലാഹ ഇല്ല അന്ത, അള്ളാഹുവെ നീ അല്ലാതെ ഇലാഹില്ല. അള്ളാഹുവിന്റെ തൗഹീദ് അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനക, നീ ഏറെ പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, ഞാന് അക്രമം ചെയ്തവരിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂനുസ് നബി അലൈഹിസ്സലാം വലിയ എന്തോ ലുൽമ്, വലിയ എന്തോ അക്രമം ചെയ്തു എന്ന രൂപത്തിലല്ല, മറിച്ച് ഒരു പ്രവാചകൻ എന്ന് പറയുമ്പം അവരിൽ വരുന്ന ചെറിയ വീഴ്ചകൾ പോലും അത് ഗൗരവമുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നതാണ് ഇവിടെയുള്ള വിഷയം. എന്തായാലും യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് പറഞ്ഞ വാക്കിതായിരുന്നു, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആ തൗബയ്ക്ക്, ആ ദുആക്ക് ഉത്തരം കൊടുത്തു. ഫസ്തജബ്ന, തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, 88-ാമത്തെ, ഫസ്തജബ്ന ലഹു, നാം അദ്ദേഹത്തിന് ജവാബ് നൽകി. വനജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. മിനൽ ഗമ്മി, അദ്ദേഹത്തെ ബാധിച്ച ആ ഒരു വിഷമത്തിൽ നിന്ന്, ടെൻഷനിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നതുമാകുന്നു എന്ന്. അപ്പം ഈ ഒരു പ്രയോഗം, അതുപോലെ യൂനുസ് നബി അവിടെ വെച്ച് നടത്തിയ പ്രാർത്ഥന, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഏത് പ്രതിസന്ധിയിലും നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തുനിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിവുറ്റവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. രണ്ടാമത്തേത്, അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ വാക്കിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ല അന്ത. ഏതെങ്കിലും ഒരു അപകടത്തിൽ, നമുക്കറിയാലോ നമ്മളെ ആളുകളൊക്കെ എന്തെങ്കിലും ഒരു അപകട ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ, യാ ഷെയ്ഖ് മുഹീദ്ദീൻ, യാ നബിയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പറന്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ പടപ്പുകളെ വിളിച്ച് തേടുന്ന ആളുകളെ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ വിളിക്കുകയാണ്, അള്ളാഹുവിന്റെ തൗഹീദിനെ അംഗീകരിക്കുകയാണ്. രണ്ടാമത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പദമാണ് സുബ്ഹാൻ അല്ലാഹ് എന്നുള്ളത്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു. മൂന്നാമത്, ഒരാൾക്കൊരു വീഴ്ച, ഒരു മിസ്റ്റേക്ക് വന്നാൽ അദ്ദേഹം ചെയ്യേണ്ടത് അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, ഞാൻ ഉൽമ ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞു. അത് കാരണം അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പൊ ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നു? വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നതാണ് വലിയ പ്രതിസന്ധിയിൽ നിന്ന്. നമ്മൾ ഒരിക്കലും കര കയറില്ല എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് അള്ളാഹു നമ്മളെ കര കയറ്റിക്കൊണ്ടുവരും. അപ്പൊ ഈ 3 കാര്യങ്ങൾ അതിൽ പ്രധാനമാണ്. ഒന്ന്, തൗഹീദ് ഉണ്ടാവണം, ഇല്ലാത്ത ഒരാളെ അള്ളാഹു രക്ഷപ്പെടുത്തുകയില്ല. 2, അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കണം, ദിക്ർ വളരെ പ്രധാനമാണ്. മൂന്നാമത്, ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അതിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങണം, എങ്കിലേ അള്ളാഹു അത് കബൂൽ ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് സന്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയും ചരിത്രവുമാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെത്. അതുപോലെ തന്നെ ഒരു പ്രവാചകൻ എന്നുള്ള നിലയ്ക്ക് ശക്തമായി അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. അപ്പം പരീക്ഷണം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് മുഫസ്സിറുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് തൊട്ടടുത്ത ആയത്തുണ്ട്, 143-ാമത്തെ ആയത്ത്. അതുകൂടി പറഞ്ഞാൽ നമുക്ക് ആ ഭാഗം വിശദീകരിക്കാൻ പറ്റും. അപ്പോ
ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, എന്നാൽ അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ടവനല്ലായിരുന്നെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അതായത് ഫലൗല എന്നാൽ ഇല്ലായിരുന്നുവെങ്കിൽ, അന്നഹു കാന അദ്ദേഹമായിരുന്നു എന്നുള്ളത്, മിനൽ മുസബ്ബിഹീൻ തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ടവൻ. അപ്പൊ അദ്ദേഹം തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുന്നവരിൽ പെട്ടവനല്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ലലബിസ അദ്ദേഹം താമസിക്കുക തന്നെ ചെയ്യുമായിരുന്നു, കഴിഞ്ഞുകൂടുക തന്നെ ചെയ്യുമായിരുന്നു. ലബിസ അവിടെ സായാണ്, അലിഫ് ബാ താ സ, ലലബിസ. അപ്പൊ ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു, കഴിഞ്ഞുകൂടി എന്നാണ്. ആ സ്ഥാനത്ത് സ എന്ന അക്ഷരത്തിന്റെ സ്ഥാനത്ത് സീനാണ് വരുന്നതെങ്കിൽ ഇവിടെ സീൻ എന്ന അക്ഷരമാണ് വരുന്നതെങ്കിൽ അതിനർത്ഥം ധരിച്ചു എന്നാണ്, വസ്ത്രം ധരിക്കുന്നതിന് പറയും. ഇവിടെ ലബിസ എന്നാണ്. അപ്പൊ ആ അക്ഷരം മാറിപ്പോകാതെ നോക്കണം. ലലബിസ എന്നായാൽ ധരിച്ചു എന്നാകും. അപ്പൊ ലലബിസ, അപ്പൊ അർത്ഥം എങ്ങനെ വരും? അദ്ദേഹം താമസിക്കുക തന്നെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞുകൂടുക തന്നെ ചെയ്തിരുന്നു. ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ. ബത്ന് എന്ന് പറഞ്ഞാല് വയറ്. ഏത് വരെയില്ല? യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ. അഥവാ അദ്ദേഹത്തിന്റെ ബർസഖ് എന്ന് പറയുന്നത് ആ മത്സ്യത്തിന്റെ വയറാകുമായിരുന്നു എന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്താനുള്ള കാരണം അദ്ദേഹം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു എന്നതാണ്. അപ്പൊ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിച്ചാൽ, തസ്ബീഹ് ചെയ്താൽ, ദിക്ർ ചെയ്താൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും എന്നതിന്റെ തെളിവ് കൂടിയാണത്. അതോടൊപ്പം ഈ ആയത്ത് വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നത്, ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന്, ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന്, ഒരു മനുഷ്യൻ സെക്കൻഡുകൾ കൊണ്ട് മരണപ്പെടേണ്ട ഒരു രംഗമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ. അപ്പൊ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും, ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള കാരണം, ജീവിതത്തിൽ ഈ ഒരു അപകടം വരുന്നതിന്റെ മുമ്പ്, ഈ ഒരു വലിയ പരീക്ഷണം വരുന്നതിന്റെ മുമ്പ് അദ്ദേഹം നിരന്തരം ദിക്റുകൾ ചൊല്ലുന്ന ഒരു നബിയായിരുന്നു. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, ഹംദ് ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ഒഴിവുവേളകളിൽ സമയം കിട്ടുമ്പോഴെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അള്ളാഹു ഈ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ രക്ഷപ്പെടുത്തുമായിരുന്നില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ കടലിൽ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോ, ഒന്ന് അള്ളാഹുവിന്റെ തൗഹീദ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, രണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു, മൂന്നാമത് തന്നിൽ വന്ന വീഴ്ചയെ സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, തൗഹീദും ദിക്റും അതേപോലെ തന്നെ കുറ്റസമ്മതവും ഉണ്ടെങ്കിൽ അള്ളാഹു ഒരു വിശ്വാസിയെ വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ പലപ്പോഴും രക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. അതേപോലെ ഒരു നബി എന്ന നിലയ്ക്ക് ഒരു നാട്ടിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ പുറപ്പെട്ടപ്പോഴാണ് ഈ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പം അള്ളാഹുവിന്റെ മാർഗം വിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കുവാൻ പലതരത്തിലുള്ള പരീക്ഷണങ്ങളുമായി വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ എപ്പോഴും വിജയിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം എന്നുള്ളത് അവന് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിൽ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതല്ല, മറിച്ച് ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു പരീക്ഷണം, ഒരു പ്രതിസന്ധി വന്നാൽ അവിടെ അവൻ ക്ഷമിക്കാനും, അവൻ എന്തെങ്കിലും ഐശ്വര്യം വന്നാൽ
അവിടെ അള്ളാഹുവിനെ അവന് ശുക്ർ ചെയ്യാനും തയ്യാറാകും. ഇതൊരു വിശ്വാസിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനും ജീവിതത്തിൽ പകർത്താനും ഉതകുന്ന ഒരു നല്ല ചരിത്രമാണ് നമുക്ക് യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യൂനുസ് ഇബ്നു മത്ത എന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. പിന്നെ ചരിത്രങ്ങളിൽ പലതുമുണ്ട്. എങ്കിലും നമ്മൾ ഖുർആൻ പറഞ്ഞ ഈ ഒരു ഭാഗം വളരെ ഗൗരവത്തിൽ എടുക്കുകയും ഇൻഷാ അല്ലാഹ് അതിനെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാം പ്രയോഗിച്ച അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന അത് നമ്മൾ പ്രത്യേകം ചൊല്ലുക. മാത്രമല്ല നിത്യജീവിതത്തിൽ തന്നെയും നമ്മൾ ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആദം നബി അലൈഹിസ്സലാം അതുപോലെ ഹവ്വ ബീവിയും വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് ആ പഴം തിന്നപ്പോ അവർ നടത്തുന്ന തൗബയിൽ നമുക്ക് കാണാം, റബ്ബന വലംന എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അള്ളാഹുവെ, ഞങ്ങളോട് ദുൽമു ചെയ്തു പോയിട്ടുണ്ട്. ആ കുറ്റസമ്മതം നടത്തിക്കൊണ്ടാണ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ, നമ്മളൊരു പാപം ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ കുറ്റസമ്മതം നടത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു അത് എത്രയും വേഗം, എത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഈ ഒരു ചരിത്രം പഠിക്കുമ്പോൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതെല്ലാം വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള, അൽഹംദുലില്ലാഹ് പെരുന്നാൾ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അയ്യാമു തശ്രീഖിന്റെ ദിവസമാണ്. പരിശുദ്ധ മക്കയിലെത്തിയിട്ടുള്ള ആളുകൾ, ഹജ്ജിനെത്തിയിട്ടുള്ളവരൊക്കെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ അയ്യാമു തശ്രീഖിന്റെ ദിവസമാണ് ഇന്ന് കൂടി. അപ്പോ അതിന്റെ അവസാന കർമ്മങ്ങളിലായിരിക്കാം അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ആ പരിശുദ്ധമായ കർമ്മത്തെ, ഹജ്ജിനെ അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെ ഈ സമയം ഇപ്പൊ ജൂണിലേക്ക് കടക്കുകയാണല്ലോ. മെയ് ഇന്ന് 29-30 ജൂൺ ആരംഭം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നു. അവരുടെ പഠനാവശ്യങ്ങളൊക്കെ ബുക്ക്, ബാഗ്, കുട, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ വാങ്ങുന്ന തിരക്കിലാണ്. അപ്പം പൈസ ഉള്ള ആളുകളൊക്കെ നേരത്തെ അത് വാങ്ങും. പൈസ ഇല്ലാത്തവരൊക്കെ അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് ഒരുപക്ഷെ കടവും മറ്റുമൊക്കെ വാങ്ങിച്ചിട്ട് അത് വാങ്ങുന്ന ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ജീവിത ചെലവുകൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. ഒരു വീട്ടിൽ 2-3 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ യൂണിഫോമുകൾ, ബുക്ക്, ബാഗ്, കുട, മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് കുടുംബങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ കഴിയുന്നവർ, കടം വാങ്ങാൻ അതും കിട്ടാത്ത ആളുകൾ ഒക്കെയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ ആശുപത്രി കേസുകൾക്കിടയിലായിരിക്കാം, അങ്ങനെ പലതും. അതുപോലെ തന്നെ വാടക വീടുകളിലൊക്കെ കഴിയുന്ന ആളുകൾ, അങ്ങനെ പല നിലയ്ക്കും പ്രയാസപ്പെടുന്ന ഒരുപാട് നിർധനരായ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളിലെ മക്കളെ കണ്ടെത്തി അവർക്കൊരു താങ്ങ് നൽകുകയാണെങ്കിൽ ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്കും ഒക്കെ അത് വലിയൊരു സന്തോഷമാകും, ആശ്വാസമാകും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊന്നില്ല എന്നാണല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളുള്ളവരുണ്ടാകാം, സഹായിക്കാൻ പറ്റുന്നവരുണ്ടാകാം. എന്തായാലും ഇപ്പൊ എൻ്റെ നാട്ടിൽ ഈരാറ്റുപേട്ടയിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. 95% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ട. അപ്പോൾ അവിടെ ഹൈസ്കൂള് തന്നെ, ഹയർ സെക്കൻഡറി ഒക്കെ അടക്കം 6ഓളം സ്കൂളുകളുണ്ട് ആ ഒരു അടുത്ത പ്രദേശത്ത് തന്നെ, ഒരു ചുറ്റുവട്ടത്തിൽ തന്നെ. പിന്നെ പ്രൈമറികളുണ്ട്, നഴ്സറികളുണ്ട്,
അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പലരും വളരെ പ്രയാസത്തിലാണ്. ഒരു കുട്ടിക്കൊരു ബാഗ് പോലും, ഒരു കുട പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ കീറിപ്പറിഞ്ഞ ബാഗും ഒക്കെ ആയിട്ട് പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ നിന്ന് ഏറ്റവും അർഹരായ ഒരു 10, 200ഓളം കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള ഒരു സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പെട്ടെന്ന് നടക്കേണ്ടതാണ്, ഒരല്പം വൈകി പോയിട്ടുണ്ട്. എത്രയും വേഗം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പം ഒരു കുട്ടിയെ നമുക്കൊന്ന് സ്പോൺസർ ചെയ്യാൻ ഏകദേശം ഒരു 3000 രൂപയോളം വരും. ഒരു ജോഡി യൂണിഫോമും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ. അപ്പൊ ഇൻഷാ അള്ളാ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയും വേഗം അത് ശേഖരിച്ച് എത്രയും വേഗം കുട്ടികൾക്ക് ആ കുടുംബത്തിലേക്ക് ഒരു രഹസ്യ സ്വഭാവത്തോട് കൂടിയിട്ട് അവിടെ അവരുടെ അഭിമാനം ക്ഷതപ്പെടാത്ത രൂപത്തിൽ എത്തിച്ചു കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇൻഷാ അള്ളാ അതില് നിങ്ങളുടെ എല്ലാം ഒരു പങ്കാളിത്തം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോഴാണ് തീർച്ചയായും അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് നമ്മുടെ സമ്പത്തിൽ കിട്ടുക. കൊടുക്കാത്തിടത്തോളം അത് ചുരുങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാ നമുക്കാവുന്ന രൂപത്തിൽ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ, അതല്ലെങ്കിൽ ഭാഗികമായിട്ട് പറ്റുന്ന രൂപത്തിൽ, കൂടുതലാണെങ്കിൽ അങ്ങനെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു നല്ല ഒരു താങ്ങും തണലും ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ ഡീറ്റെയിൽസുകൾ ഇൻഷാല്ല പേഴ്സണലായിട്ടും ഗ്രൂപ്പിലും അയക്കാം. നമുക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ, ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ പറ്റുന്ന ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാല്ല അവരെ കൂടി അതിന്റെ ഭാഗമാക്കണം എന്നുകൂടി ഇൻഷാല്ല ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സ്വതക്കകളും ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നാം അറിയാതെ വന്നു പോകുന്ന വീഴ്ചകളെ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. എനിക്ക് തോന്നുന്നു ഇന്ന് പെരുന്നാളിന്റെ ഒരു സമയമായതുകൊണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാവും കുറേയേറെ ആളുകൾ ഇന്ന് ആബ്സെന്റ് കാണുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അവരെ ഓർമ്മപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.